ഇനി കൈരളി ന്യൂസിൻ്റെ വാർത്താപരമായ ഒരു ഇടപെടൽ വ്യക്തമാക്കുന്ന ഒരു ഇനത്തിലേക്കാണ് പോകുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മേധാവി എസ് കെ മിശ്രയുടെ കാലാവധി നീട്ടിക്കൊടുത്തതിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രശാന്ത് ഭൂഷൺ രംഗത്ത് വന്നിരിക്കുന്നു. എസ് കെ മിശ്രയ്ക്ക് കാലാവധി നീട്ടിക്കൊടുത്തത് നിയമവിരുദ്ധമാണ് എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടിരിക്കുന്നു. CVC ചട്ടങ്ങളുടെ ലംഘനമാണ് നടത്തിയത് എന്ന് അദ്ദേഹം നിരീക്ഷിച്ചിരിക്കുന്നു. CVC ചട്ടപ്രകാരം ED തലവൻ്റെ കാലാവധി 2 വർഷം മാത്രമാണ് എന്ന് അദ്ദേഹം എടുത്തു പറയുന്നു. വിധിയെ നിയമപരമായി കോടതിയിൽ ചോദ്യം ചെയ്യാൻ കഴിയും എന്ന സുപ്രധാനമായിട്ടുള്ള അഭിപ്രായ പ്രകടനവും പ്രശാന്ത് ഭൂഷൺ കൈരളി ന്യൂസിനോട് നടത്തിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. The Enforcement Director S.K. Mishra's tenure has been retrospectively extended by 1 year by retrospectively amending his appointment notification, which was issued 2 years ago, where he was given the tenure of 2 years to say 3 years. Now, to my mind, this is completely illegal. It's violative of the CVC Act, which prescribes tenure till superannuation or a minimum tenure of 2 years, which he has already exhausted. And I presume that he is past his age of superannuation. So this can be challenged in the court, and I am sure somebody or the other will challenge it. However, it is also completely mala fide, because Mishra is singularly responsible for a very large number of totally mala fide ED persecutions of many opposition leaders. He is singularly responsible for having totally politicized the Enforcement Directorate, and therefore it's a mala fide as well as an illegal extension which has been given to him. EDയുടെ കേരളത്തിലെ നടപടികൾ വിവാദത്തിൽ നിൽക്കുമ്പോഴാണ് EDയുടെ മേധാവി എസ് കെ മിശ്രയുടെ കാലാവധി നീട്ടിക്കൊടുത്ത വിവാദ നടപടി ഉണ്ടായത്. അതിലാണ് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഇടപെടലും പ്രതികരണവും അഭിപ്രായം മുന്നോട്ട് വെക്കലും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. വിശദാംശങ്ങൾ നൽകുന്നതിന് വേണ്ടി ഇപ്പോൾ വിഷ്ണു, ഞങ്ങളുടെ ന്യൂഡൽഹി റിപ്പോർട്ടർ, ഞങ്ങളോടൊപ്പം ചേരുകയാണ്. വിഷ്ണു, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് NBC. എസ് കെ മിശ്രയുടെ കാലാവധി നീട്ടിക്കൊടുത്ത വിവാദ നടപടിക്കെതിരെ പ്രശാന്ത് ഭൂഷൺ സംസാരിച്ചിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അത് ഇംഗ്ലീഷിലായിരുന്നു, ലളിതമായ ഇംഗ്ലീഷിലായിരുന്നു. ഒരുപാട് പേർക്ക് അത് കൃത്യമായി ഫോളോ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാകും. എങ്കിൽ പോലും എന്താണ് അദ്ദേഹം പറഞ്ഞത് എന്ന് വിഷ്ണു ഒന്ന് ചുരുക്കി പറയുക. NBC പ്രശാന്ത് ഭൂഷൺ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറായിട്ടുള്ള തലവനായിട്ടുള്ള എസ് കെ മിശ്രയുടെ കാലാവധി നീട്ടി നൽകിയ നടപടി അത് നിയമവിരുദ്ധമാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രശാന്ത് ഭൂഷൺ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. പ്രത്യേകിച്ച് CVC ചട്ടങ്ങളുടെ ലംഘനമാണ് കേന്ദ്ര സർക്കാർ നടത്തിയിരിക്കുന്നത്. CVC ചട്ടങ്ങൾ അനുസരിച്ചുകൊണ്ട് എൻഫോഴ്സ്മെൻറ്റ് തലവൻ്റെ കാലാവധി എന്ന് പറയുന്നത് 2 വർഷം മാത്രമാണ്, അല്ലെങ്കിൽ 60 വയസ്സ് പൂർത്തിയാകുന്നതുവരെ. ഇവിടെ എസ് കെ മിശ്ര 2018 ED തലവനാകുന്നത്. അതിനുശേഷം 2 വർഷം കാലാവധി ഈ മെയ്യിൽ പൂർത്തിയായിരുന്നു. അതിനുശേഷം 60 വയസ്സ് പൂർത്തിയാകാനുണ്ട് എന്ന് കാണിച്ചുകൊണ്ടാണ് മെയ്യിൽ 2 വർഷ കാലാവധി പൂർത്തിയായെങ്കിലും വീണ്ടും കാലാവധി നീട്ടിക്കൊടുത്തുകൊണ്ടൊരു നടപടി കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. അതിനുശേഷം ഈ കഴിഞ്ഞ 13-ാം തീയതി എസ് കെ മിശ്രയ്ക്ക് 60 വയസ്സ് തികയുകയും അതിനുശേഷമാണ് 13-ാം തീയതി രാത്രിയോടുകൂടി വീണ്ടും എസ് കെ മിശ്രയുടെ കാലാവധി 1 വർഷം കൂടി നീട്ടി കേന്ദ്ര സർക്കാർ ഉത്തരവ് പുറത്തിറക്കുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ പ്രശാന്ത് ഭൂഷൺ ചൂണ്ടിക്കാണിക്കുന്നത് CVC ചട്ടങ്ങളുടെ വ്യക്തമായിട്ടുള്ള ലംഘനമാണ് എസ് കെ മിശ്രയുടെ കാര്യത്തിൽ നടന്നിരിക്കുന്നത്. ഇതിനെ കോടതിയിൽ നിയമപരമായി ചോദ്യം ചെയ്യാൻ കഴിയുന്നതാണ്. കോടതിയിൽ എസ് കെ മിശ്രയുടെ കാലാവധി നീട്ടിയതിനെതിരെ ഹർജി വരുമെന്ന് തനിക്ക് ഉറപ്പുണ്ട് എന്നും പ്രശാന്ത് ഭൂഷൺ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഇതിന് പുറമെ പ്രശാന്ത് ഭൂഷൺ ചൂണ്ടിക്കാട്ടുന്ന ഏറ്റവും പ്രധാന വിഷയമെന്ന് പറയുന്നത് എസ് കെ മിശ്ര എന്ന് പറയുന്ന
എൻഫോഴ്സ്മെൻറ്റ് തലവൻ പല രീതിയിൽ അല്ലെങ്കിൽ എൻഫോഴ്സ്മെൻറ്റിനെ രാഷ്ട്രീയക്കാരുടെ കയ്യിലെ ആയുധമാക്കി മാറ്റുന്നതിൽ ഏറ്റവും നിർണായക പങ്ക് വഹിച്ചിട്ടുള്ള ഒരാളാണ്. എസ് കെ മിശ്ര മാത്രമാണ് ഇത്തരത്തിൽ എൻഫോഴ്സ്മെൻറ്റിനെ രാഷ്ട്രീയക്കാരുടെ ആയുധമാക്കി മാറ്റിയത്. അവരുടെ രാഷ്ട്രീയക്കാരുടെ താല്പര്യത്തിന് വേണ്ടി, പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ താല്പര്യത്തിന് വേണ്ടി പ്രതിപക്ഷ നിരയിലുള്ള നിരവധി നേതാക്കൾക്കെതിരെ ഇത്തരത്തിൽ കേസുകൾ എടുക്കുകയും അന്വേഷണം റെയ്ഡുകൾ നടത്തുകയും ഒക്കെ ചെയ്തത് എസ് കെ മിശ്രയുടെ നേതൃത്വത്തിലാണ് നടന്നിട്ടുള്ളത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇപ്പോൾ എസ് കെ മിശ്രയുടെ കാലാവധി വീണ്ടും നീട്ടി നൽകുന്നത്. ഇത് തികച്ചും നിയമവിരുദ്ധം എന്ന് തന്നെയാണ് പ്രശാന്ത് ഭൂഷൺ ഇപ്പോൾ കൈരളി ന്യൂസിനോട് പറഞ്ഞിരിക്കുന്നത്. NBC വിഷ്ണു തുടരുക. ഞാനൊരു ബ്രേക്കിംഗ് ന്യൂസ് അനൗൺസ് ചെയ്ത് കഴിഞ്ഞിട്ട് വിഷ്ണുവിലേക്ക് തിരിച്ചു വരാം. നമുക്കിപ്പോൾ ഒരു ബ്രേക്കിംഗ് ന്യൂസ് കിട്ടിയിരിക്കുന്നു. പാലാരിവട്ടം പാലം അഴിമതിയിൽ വിജിലൻസ് സംഘം മുൻ മന്ത്രി ഇബ്രാഹിം കുഞ്ഞിൻ്റെ വീട്ടിൽ എത്തിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഈ ബ്രേക്കിംഗ് ന്യൂസിൻ്റെ വിശദാംശങ്ങൾ ഞങ്ങൾ അല്പസമയത്തിനകം നൽകും. വിഷ്ണു, ഞാൻ തിരിച്ചു വരികയാണ്. പ്രശാന്ത് ഭൂഷണെ പോലെ ഒരാൾ പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് കോടതിയിൽ നിയമപരമായി ചോദ്യം ചെയ്യാനുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ജുഡീഷ്യൽ സ്ക്രൂട്ടിനിക്ക് മുന്നിൽ നിലനിൽക്കാത്ത ഒരു തീരുമാനമാണ് അധികാരികൾ കൈക്കൊണ്ടിരിക്കുന്നത് എന്നാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പാതിരാ തീരുമാനങ്ങൾക്ക് വലിയ കുപ്രസിദ്ധിയുണ്ട്. ഒരു കാലത്ത് ഇന്ദിരാഗാന്ധിയൊക്കെ കൃത്യമായി പിറ്റേ ദിവസത്തെ പത്രത്തിൽ വരാതിരിക്കാനൊക്കെ കൂടിയായിരിക്കാം അത്തരത്തിൽ ഒരു തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നു. മറ്റൊരു പാതിരാ തീരുമാനം വീണ്ടും വിവാദമാകുന്നു. ഇത് നിയമപരമായി ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ അദ്ദേഹം അത്തരത്തിലുള്ള എന്തെങ്കിലും നീക്കങ്ങൾ നടത്തുന്നുണ്ടോ, അതോ അദ്ദേഹം ഒരു നിരീക്ഷണം മാത്രം ആണോ അവതരിപ്പിച്ചിരിക്കുന്നത്? എന്താണ് അതേക്കുറിച്ച് പറയാനുള്ളത്? നിയമപരമായ ഇതിൻ്റെ തുടർ നടപടികൾക്കുള്ള സാധ്യത എത്രമാത്രമാണ് വിഷ്ണു? NBC പ്രശാന്ത് ഭൂഷൺ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് തികച്ചും നിയമവിരുദ്ധമാണ് എസ് കെ മിശ്രയുടെ കാലാവധി നീട്ടി നൽകിയത്. അതിലെ ഒരു നിയമവശം നോക്കിക്കഴിഞ്ഞാൽ സർവീസിൽ നിന്ന് വിരമിച്ചയാളെ അഡീഷണൽ സെക്രട്ടറി സ്ഥാനം നൽകി പുനർനിയമിക്കാൻ സാധിക്കുമോ എന്നതാണ് ഏറ്റവും പ്രധാനമായി ഉയർന്നു വരുന്ന ചോദ്യം. എസ് കെ മിശ്രയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡയറക്ടർക്ക് കുറഞ്ഞത് അഡീഷണൽ സെക്രട്ടറിയുടെ റാങ്ക് നൽകി നിയമിക്കണം. അതായത് എസ് കെ മിശ്രയെ അഡീഷണൽ സെക്രട്ടറിയുടെ റാങ്ക് നൽകി പുനർനിയമിക്കണം. അതിനുശേഷം എൻഫോഴ്സ്മെൻറ്റ് തലവനെ നിയമിക്കുന്ന CVC സമിതിക്ക് മുന്നിൽ ശുപാർശ നൽകേണ്ടതുണ്ട്. അതിനുശേഷം CVC സമിതിയാണ് ആ ശുപാർശ പരിഗണിക്കുകയും തലവനെ നിയമിക്കുകയും ചെയ്യേണ്ടത്. പക്ഷേ ഇതുവരെയുള്ള കാലഘട്ടങ്ങളിൽ CVC സമിതിയുടെ ഭാഗത്തുനിന്നും അത്തരമൊരു നടപടി ഉണ്ടായിട്ടില്ല എന്നതാണ് വസ്തുത. അതോടൊപ്പം CVCയുടെ നിയമങ്ങളിൽ ഇത്തരത്തിൽ കാലാവധി കഴിഞ്ഞ ഒരാൾക്ക് വീണ്ടും കാലാവധി നീട്ടി നൽകുന്നതിനെക്കുറിച്ച് പരാമർശം പോലും ഇല്ല എന്നതാണ് വസ്തുത. അപ്പോൾ ഇത്തരം നിയമങ്ങൾ നിലനിൽക്കെയാണ് എസ് കെ മിശ്രയുടെ കാലാവധി വിവാദപരമായ അല്ലെങ്കിൽ ഒരു നടപടിയിലൂടെ കേന്ദ്ര സർക്കാരിൻ്റെ പ്രത്യേക താല്പര്യമുള്ള ഒരു നടപടിയിലൂടെ കാലാവധി നീട്ടി നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ കോടതിയിൽ നിയമപരമായി തന്നെ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് എന്ന് പ്രശാന്ത് ഭൂഷൺ വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ പ്രശാന്ത് ഭൂഷൺ ഒരു ഹർജി നൽകുന്നതിനെക്കുറിച്ച് നമ്മളോട് പറഞ്ഞിട്ടില്ല. വേറെ ആരെങ്കിലും ഒരാൾ ഹർജി നൽകുമെന്ന് തനിക്ക് ഉറപ്പുണ്ട് എന്ന് തന്നെയാണ് പ്രശാന്ത് ഭൂഷൺ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അതായത് പ്രശാന്ത് ഭൂഷണിന് ഉറപ്പുള്ള കാര്യമാണ് എസ് കെ മിശ്രയ്ക്ക് ഇപ്പോൾ കാലാവധി നീട്ടി നൽകിയ കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ സുപ്രീം കോടതിയിൽ ഹർജി ഉടൻ തന്നെ വരുമെന്നുള്ള ഒരു കാര്യമാണ് പ്രശാന്ത് ഭൂഷൺ കൈരളിയോട് വ്യക്തമാക്കിയിരിക്കുന്നത്. NBC വ്യക്തമാണ് വിഷ്ണു. റിപ്പോർട്ട് പൂർണ്ണമാണ്. നമുക്ക് പിന്നീട് കാണാം. വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവവികാസമാണ് ഇന്ത്യയിൽ വേണ്ടതുപോലെ ചർച്ച ചെയ്യപ്പെടാതെ പോയ ഒരു തീരുമാനം. EDയുടെ മേധാവിയുടെ കാലാവധി അനധികൃതമായും നിയമവിരുദ്ധമായും കീഴ്വഴക്കങ്ങൾ അതിലംഘിച്ചും നീട്ടിക്കൊടുത്ത നടപടി. അതിനെതിരെ പ്രശാന്ത് ഭൂഷൺ രംഗത്ത് വന്നിരിക്കുന്നു. അത് നിയമപരമായി ചോദ്യം ചെയ്യപ്പെടാവുന്ന നടപടി ആണ് എന്നും ജുഡീഷ്യൽ സ്ക്രൂട്ടിനിക്ക് മുമ്പിൽ നിലനിൽക്കാത്ത നടപടിയാണ് എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടിരിക്കുന്നു.